ഒരുപാട് പ്രശ്നങ്ങളുള്ള മനുഷ്യരാണ് ഇത്രയും ദിവസമായി ഉപവസിക്കുന്നതും രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അസുഖങ്ങൾ, ദുരിതങ്ങൾ, ഇതിനൊക്കെ ഇടയിലാണ് ഈ സമരവും ഈ അവഗണനയും ഇവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ടോ? വിഷമാണ് അതിനെപ്പറ്റി പറയുമ്പോൾ. കാരണം വീട്ടിലൊന്നും പോകാതെ ഇത്രയും ദിവസം സമരം ചെയ്ത് മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്നിരിക്കുക, സ്വന്തം മക്കളെ കാണാതിരിക്കുക, മക്കളാണെങ്കിൽ അമ്മമാരെ കാണാതെ വീട്ടിൽ വിഷമിക്കുക, അതൊക്കെ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ എൻ്റെ സ്ഥലം അറിയാലോ, മോത്തിക്ക് പാലോടാണ്. അപ്പോൾ പാലോട് നിന്ന് വന്ന ഒരു അമ്മയാണ്. അമ്മ 44 ദിവസം കൊണ്ട് ഇവിടെ തന്നെയാണ്. അമ്മ 44 ദിവസം കൊണ്ട് ഇവിടെയാണ്. ഞാനിവിടെ വന്നിട്ട് എനിക്ക് 8ൻ്റെ അന്ന് എൻ്റെ വീട് ജപ്തിയായി. ജപ്തിക്ക് എല്ലാം നോട്ടീസൊക്കെ വന്ന് അപ്പോൾ അത് ഞാൻ ചാനലുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അതിനൊരു പരിഹാരം ഇന്നലെ കണ്ടെത്തി തന്നു. ഓർത്തഡ പള്ളിയിലെ തിരുമേനിയിലെ ഇന്നലെ ബാങ്കിൽ, നമ്മളെ കേരള ബാങ്ക് പാലോട് അപ്പോൾ ഇന്നലെ എനിക്ക് പ്രമാണം കയ്യിൽ അവർ സഹായിച്ചു. വീട്ടിലൊക്കെ പോവാതിരിക്കുമ്പോഴേ ഇപ്പൊ വീട്ടിലൊക്കെ അവർക്കൊക്കെ വിഷമല്ലേ? വീട്ടിൽ മക്കളൊക്കെ വലിയ സങ്കടത്തിലാണ്. ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നതിൽ അവർക്ക് വലിയ സങ്കടമുണ്ട്. പിന്നെ അത് പറഞ്ഞിട്ട്, കാരണം ഞങ്ങൾ ഇത്രയും പേരുണ്ട്, നമുക്ക് ഈ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ 3 മോളെ കെട്ടിച്ച്, പിന്നെ ഇതിനിടയ്ക്ക് ഒരു മോക്ക് സുഖമില്ലായി, ഇപ്പം ഹസ്ബൻഡിന് പ്രശ്നമായി, അത് സ്റ്റോക്കൊക്കെ വന്ന് അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ഒരുപാട് പേരുണ്ട്. കിടക്കാട് ഇപ്പം ഇവിടെ നിന്ന് പോയാൽ കിടക്കാട് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒത്തിരി പേരുണ്ട്. പക്ഷെ എൻ്റെ ഒരു സങ്കടം ഞാൻ ചാനലിലൂടെ കൂടി പറഞ്ഞപ്പോഴാണ് എല്ലാവരെയും ഉള്ളിലൊതുക്കിയ സങ്കടം പുറത്ത് വന്നത്. പണ്ട് ഓട്ടോ ഒക്കെ ഓടിയിട്ടുണ്ടല്ലോ, പണ്ട് ഓട്ടോ ഓടിയിരുന്ന് ഇപ്പോഴും അവിടെ പാലുവള്ളി, പേരയും പാലുവള്ളിയിലാണ് ഞാൻ. ദുരിതങ്ങളുടെ കെട്ടഴിക്കുകയാണ് എല്ലാ മനുഷ്യരും. ഇവരൊക്കെ ഇത്രയും ദിവസമായി സമരത്തിലിരിക്കുന്നു, ഉപവാസം നടത്തുന്നു, പക്ഷെ അപ്പോഴും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ്. ഇനി കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ആവശ്യപ്പെടുന്നു എങ്കിലും അതെത്രത്തോളം നടക്കുന്ന കാര്യമാണ്? അത് നടന്നാൽ തന്നെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിലൊക്കെ വലിയ ആശങ്ക ഇവർക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ശക്തമായ ഇടപെടൽ, ഊർജിതമായ ഇടപെടൽ അതുണ്ടാവുന്നില്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇനിയും ദുരിതക്കയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഹരിയാണ് വിശദാംശങ്ങൾ നൽകിയത്.